നമസ്കാരം. അപ്രതീക്ഷിതമായ ഒരു മെഡിക്കൽ ആവശ്യമായാലും മറ്റെന്തെങ്കിലും അടിയന്തര ആവശ്യമാണെങ്കിലും ഉടനടിയുള്ള പണത്തിന്റെ ആവശ്യം വലിയൊരു വെല്ലുവിളിയാണ്. ഇതിനുള്ള പ്രധാനപ്പെട്ട ഒരു പോംവഴിയാണ് പേഴ്സണൽ ലോണുകൾ. സ്വന്തമായ ഒരു സംരംഭം തുടങ്ങുന്നതിന് പേഴ്സണൽ ലോൺ ഉപയോഗിക്കാനാകുമോ എന്ന കാര്യങ്ങൾ നോക്കാം. പെട്ടെന്ന് ലഭിക്കും എന്നുള്ളതാണ് പേഴ്സണൽ ലോണുകളുടെ പ്രധാന പ്രത്യേകത. ബിസിനസ് വളർച്ചയ്ക്ക് വേണ്ടി നിക്ഷേപം നടത്താനും അപ്രതീക്ഷിത ചിലവുകൾ പരിഹരിക്കാനും ഈ വായ്പ സഹായകമാണ്. തിരിച്ചടവ് നിബന്ധനകൾ ചെറുതാണെന്നതും പേഴ്സണൽ ലോണുകളുടെ നേട്ടമാണ്. വ്യക്തിഗത വായ്പകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, കൊളാറ്ററൽ ആവശ്യമില്ല എന്നതാണ്. ഒരു ലോൺ ലഭിക്കുന്നതിന് ആസ്തികളൊന്നും പണയം വെക്കേണ്ടതില്ല. രണ്ട്, വായ്പ പെട്ടെന്ന് ലഭിക്കും. ബിസിനസ് ലോണുകളെ അപേക്ഷിച്ച് നടപടിക്രമങ്ങളും ലളിതമാണ്. മൂന്നാമത്തേത്, ക്രെഡിറ്റ് സ്കോറുകളെ ആശ്രയിക്കുന്നുണ്ട് എന്നതാണ്. ഒരു നല്ല ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ വായ്പ എളുപ്പത്തിൽ ലഭിക്കും. ബിസിനസ്സിനായി ഒരു പേഴ്സണൽ ലോണിന് എങ്ങനെ അപേക്ഷിക്കാമെന്ന് നോക്കാം. ആദ്യത്തേത്, നമ്മുടെ ആവശ്യകത വിലയിരുത്തുക എന്നതാണ്. വായ്പ യഥാർത്ഥത്തിൽ എത്രമാത്രം ആവശ്യമുണ്ടെന്നും അത് കമ്പനിയെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് എങ്ങനെ സഹായിക്കുമെന്നും പരിശോധിക്കണം. നിങ്ങളുടെ വരുമാനവും ക്രെഡിറ്റ് സ്കോറും പരിശോധിച്ച് വായ്പ ലഭിക്കുന്നതിനുള്ള യോഗ്യതയും മനസ്സിലാക്കണം. വായ്പ ഓഫറുകൾ താരതമ്യം ചെയ്യണം. വിവിധ ബാങ്കുകളുടെ പലിശ നിരക്കുകൾ, നിബന്ധനകൾ, ആനുകൂല്യങ്ങൾ എന്നിവ താരതമ്യം ചെയ്ത് മാത്രം വേണം വായ്പ സ്വീകരിക്കാൻ. ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ, ടാക്സ് റിട്ടേണുകൾ, വരുമാനത്തിന്റെ തെളിവ് എന്നിവ പോലുള്ള ആവശ്യമായ എല്ലാ രേഖകളും അപേക്ഷയ്ക്കായി തയ്യാറാക്കേണ്ടതാണ്. ഇതിനുശേഷം ഓൺലൈനായോ നേരിട്ടോ അപേക്ഷ നൽകാവുന്നതാണ്. അതേസമയം ഒരു പേഴ്സണൽ ലോണിന് അപേക്ഷിക്കുന്നതിന് മുമ്പ് വായ്പ എടുക്കുന്നവർ പലിശ നിരക്ക് പോലുള്ള നിരവധി കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണം. സാധാരണയായി പ്രതിവർഷം 9.99% മുതൽ 44% വരെ ഉയർന്നതാണ് ഇതിനുള്ള പലിശ ചെലവ്. തിരിച്ചടവ് നിബന്ധനകൾ, വായ്പ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട ചെലവുകൾ എന്നിവയും അറിഞ്ഞിരിക്കണം. ഡിജിറ്റൽ ബാങ്കിങ്ങിന്റെ കാലഘട്ടത്തിൽ പേഴ്സണൽ ലോണുകൾ വേഗത്തിൽ ലഭിക്കും. ചില ബാങ്കുകൾ ഉപയോക്താക്കൾക്ക് ഉടനടി പ്രീ അപ്രൂവ്ഡ് പേഴ്സണൽ ലോണുകൾ പോലും നൽകുന്നുണ്ട്. എന്നാൽ ചില ധനകാര്യ സ്ഥാപനങ്ങൾ ആവശ്യമുള്ള പണം, ക്രെഡിറ്റ് യോഗ്യത പോലുള്ള മറ്റു ഘടകങ്ങൾ അനുസരിച്ച് പേഴ്സണൽ ലോൺ പ്രോസസ്സ് ചെയ്യുന്നതിന് 2 to 4 മണിക്കൂർ വരെ എടുത്തേക്കാം. നല്ല ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ പേഴ്സണൽ ലോൺ ലഭിക്കുന്നത് വളരെ എളുപ്പമാണ്. ബാങ്കുകളുടെ ആപ്പ് വഴിയും ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയും പേഴ്സണൽ ലോണിന് അപേക്ഷിക്കാനുള്ള സൗകര്യം നൽകുന്നുണ്ട്. മണി കൺട്രോൾ പോലുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ പേഴ്സണൽ ലോണിന് എളുപ്പത്തിൽ അപേക്ഷിക്കാം. ലെൻഡിംഗ് പാർട്ട്ണർമാരുമായി കൈകോർത്ത് മണി കൺട്രോളർ ആപ്പ് ഒന്നിലധികം പേഴ്സണൽ ലോൺ ഓഫറുകൾ ഉപയോക്താക്കൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. 100% പേപ്പർ രഹിത പ്രക്രിയയിൽ നിങ്ങൾക്ക് വായ്പകൾക്ക് അപേക്ഷിക്കാം. വായ്പകളുടെ പലിശ നിരക്ക് പ്രതിവർഷം 12% മുതൽ ആരംഭിക്കുന്നുമുണ്ട്. ക്രെഡിറ്റ് സ്കോർ 700 അല്ലെങ്കിൽ അതിനു മുകളിലുള്ളതും 750 മുകളിലുള്ളതുമായ പേഴ്സണൽ ലോൺ എളുപ്പത്തിൽ കിട്ടുന്നതിന് സഹായിക്കും. ക്രെഡിറ്റ് കാർഡ് ബില്ലുകളും ലോൺ EMI കളും സമയബന്ധിതമായി അടയ്ക്കുന്നതിലൂടെ ക്രെഡിറ്റ് സ്കോർ മെച്ചപ്പെടുത്താനാകും.